അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കഴിവുകളുള്ള മിടുക്കരായ എൻ്റെ മക്കളെല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മുടെ പഠനം നമ്മെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? എൻ്റെ മക്കൾ അക്കാര്യം ഗൗരവമായി ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഉദ്ദേശം ഏറ്റവും ഉന്നതമായ വിജയം, അതായത് ഇഹലോകത്തിൽ മാത്രമല്ല പരലോകത്തുമുള്ള വിജയം, അതാണല്ലോ നമുക്ക് വേണ്ടത്. അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുമോ? ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മതിയോ? അതല്ല, ഇനിയും മാറ്റങ്ങൾ നമുക്കുണ്ടാവേണ്ടതുണ്ടോ? നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ദിനചര്യകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ടോ? ചെറുതാണെങ്കിലും അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? അതല്ല, നമ്മൾ പഴയ പോലെ തന്നെ തുടരുകയും വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോവുകയും മാത്രമാണോ ചെയ്യുന്നത്? എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആയത്താണ് ആദ്യം തന്നെ ഞാൻ ഓതി വെച്ചത്. സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്താണത്. അതിൽ പറയുന്നത് മനുഷ്യരിലുള്ള ചില ആളുകളെ കുറിച്ചാണ്. അവർ യാതൊരു അറിവും കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും അതിനെ പരിഹാസ്യമാക്കി തീർക്കുകയും ചെയ്യുവാനായി അവർ വിനോദ വാർത്തകളെ വാങ്ങുന്നു. അക്കൂട്ടരാകട്ടെ അവർക്ക് നിന്ദ്യകരമായ ശിക്ഷയുമുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെട്ടു പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ മക്കൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യം ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ലഹ്വ് എന്ന വാക്കിനെ കുറിച്ചാണ്. എന്താണ് ലഹ്വ്? ലഹ്വ് എന്ന പദത്തിന്റെ അർത്ഥം വിനോദം എന്നാണ്. അത്യാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധയെ തിരിച്ചുവിടുന്നതോ കേവലം രസത്തിനും ആനന്ദത്തിനും വേണ്ടി നടത്തപ്പെടുന്നതോ ആയ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വാക്കാണ് ലഹ്വ്. ഇവിടെ എൻ്റെ മക്കൾ ഓർക്കേണ്ടത്, നമ്മൾ ലഹ്വ് എന്ന വിനോദത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ഇഹത്തിലേക്കും പരത്തിലേക്കും
ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കൂടി നമ്മുടെ ഏതെങ്കിലും ഒരു വിനോദത്തിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അങ്ങനെയാണ് നമ്മൾ നഷ്ടത്തിലായി പോകാൻ സാധ്യതയുള്ളത്. ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഖുർആനാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കാം. നമ്മൾ ഒരു ദിവസം എണീറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മക്കൾക്ക് കൂടുതലായി ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മക്കൾക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്ന കാര്യം എന്തൊക്കെയാണ്? ഇക്കാര്യങ്ങളെല്ലാം മക്കളെല്ലാവരും നല്ല പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഏറ്റവും താല്പര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുന്നതും അതിനുവേണ്ടി തന്നെയായിരിക്കും. ചിലർക്ക് ഗെയിം കളിക്കുമ്പോഴായിരിക്കും ഏറ്റവും സന്തോഷം അനുഭവപ്പെടുന്നത്. മറ്റു ചിലർക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ സജീവമാകുമ്പോഴായിരിക്കും സന്തോഷം അനുഭവപ്പെടാറുള്ളത്. പക്ഷേ അവിടെയെല്ലാം എൻ്റെ മക്കൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സമയങ്ങളിൽ, അതായത് ഗെയിം കളിക്കുമ്പോഴാവട്ടെ, അതല്ല സോഷ്യൽ മീഡിയകളിൽ സജീവമാകുമ്പോഴാകട്ടെ, നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ സന്തോഷം നമുക്ക് തോന്നിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ റബ്ബായിരിക്കുമോ? അല്ല. നമ്മുടെ റബ്ബ് നമുക്ക് നേരത്തെ തന്നെ ഉപദേശം തന്നിട്ടുണ്ട്. ഇതുപോലുള്ള വിനോദങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന്. ഇങ്ങനെ പെട്ടുപോകുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരായി തീരുമെന്ന് നേരത്തെ തന്നെ നമ്മുടെ റബ്ബ് നമുക്ക് ഖുർആനിലൂടെ മുന്നറിയിപ്പ് തന്നതാണ്. അപ്പോൾ പിന്നെ നമുക്കുള്ള സന്തോഷം, അതായത് ഗെയിം കളിക്കുമ്പോഴും സോഷ്യൽ മീഡിയകളിൽ സജീവമാകുമ്പോഴും നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ സന്തോഷം നൽകുന്നത് ശരിക്കും നമ്മുടെ ശത്രുവായ ഇബ്ലീസ് അല്ലേ? നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, നമ്മെ നരകത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ ഇബ്ലീസ് തന്നെയാണ് ആ ഒരു താൽക്കാലികമായ സന്തോഷം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ് എൻ്റെ മക്കൾക്കുണ്ടാവണം. എങ്ങനെയാണ് ഇത്തരം വിനോദങ്ങളിലൂടെ നമ്മൾ നാശക്കാരായി തീരുന്നത്? നമ്മുടെ സമയനഷ്ടം മാത്രമാണോ അവിടെയുള്ള പ്രശ്നം? അല്ല. നമ്മുടെ മനസ്സിലെ നന്മകൾ നഷ്ടപ്പെട്ട് കൂടുതൽ തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ മാറിപ്പോകുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത്? എൻ്റെ മക്കൾ തന്നെ അതൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് സ്വയം ആലോചിച്ച് കണ്ടെത്താവുന്ന മറുപടിയേ ഇക്കാര്യത്തിലുള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അവരാണ് നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ ആഗ്രഹത്തിന്, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിത്തരുകയും ചെയ്തു തരികയും ചെയ്യുന്നത്. മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ വാങ്ങിച്ചു തരുന്നത്. എന്നിട്ട് നിങ്ങളത് ദുരുപയോഗപ്പെടുത്തുമ്പോൾ അവരതിനെ ചോദ്യം ചെയ്യും. അതായത്
ആദ്യമൊക്കെ നിങ്ങൾ കുറഞ്ഞ സമയം ഗെയിം കളിക്കാനും അതുപോലെ സോഷ്യൽ മീഡിയകളിൽ സജീവമാകാനും ശ്രമിക്കും. പക്ഷേ അപ്പോഴൊന്നും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ദേഷ്യപ്പെടില്ല. പക്ഷേ തുടർച്ചയായി നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അതിന് അറിയാതെ തന്നെ അടിമപ്പെട്ടു പോകും. അതായത് കൂടുതൽ സമയം അതിൽ തന്നെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും എന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, അവർ നിങ്ങളോട് ഒരു പക്ഷേ ദേഷ്യപ്പെട്ടെന്നിരിക്കാം. ആ ഒരു സന്ദർഭത്തിൽ അവരോട് വെറുപ്പുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം. കാരണം നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരോട് നമുക്ക് വെറുപ്പുണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അത് നമ്മുടെ ഉമ്മയായാലും ഉപ്പയായാലും നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും ആ സമയത്ത് ചിന്തിക്കില്ല. നമ്മുടെ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്നവരായിട്ടാണ് നമുക്കവരെ ആ സമയത്ത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ മനസ്ഥിതിയോട് കൂടിയായിരിക്കും നിങ്ങൾ അവരോട് പെരുമാറുന്നത്. ആ പെരുമാറ്റം അവരെ വേദനിപ്പിക്കുന്നതുമായിരിക്കും. ഇങ്ങനെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് ദോഷങ്ങൾ കടന്നുവരും. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരിക്കും നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. നമ്മൾ തെറ്റുകളിലേക്കാണ് എത്തിപ്പെടുന്നത് എന്നൊന്ന് ചിന്തിക്കുവാൻ പോലും നമുക്ക് സാധിക്കില്ല. നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാനായിരിക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ തിന്മകളെ നമുക്ക് നല്ലതാക്കി തോന്നിപ്പിക്കുന്നത് പിശാചാണ്. അത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ് പിശാച് നമ്മളെ നരകത്തിലെത്തിക്കുന്നത്? അതിനെക്കുറിച്ച് എൻ്റെ മക്കൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് ചീത്ത കാര്യങ്ങളെ നല്ലതാക്കി തോന്നിപ്പിച്ചുകൊണ്ടും അതുപോലെ അനാവശ്യ കാര്യങ്ങളിലേക്ക് നമുക്ക് സന്തോഷം നൽകിക്കൊണ്ടുമാണ് പിശാച് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമ്മൾ നരകത്തിലെത്തിപ്പെടാൻ പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുമ്പോഴാണ് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം നേടാൻ സാധിക്കുന്നത്. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മാതാപിതാക്കൾ അറിയാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നല്ലൊരു കാര്യമായിരിക്കില്ല. അതിൽ തിന്മയുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. അവിടെ ഓർത്തുവെക്കേണ്ട ഒരു ആയത്തുണ്ട്. എൻ്റെ മക്കൾ എല്ലാവരും ഈ ആയത്ത് എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. ലുഖ്മാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞു മകനെ, നിശ്ചയമായും ഒരു കാര്യം അതൊരു
കടുകുമണിയുടെ തൂക്കമായിരുന്നാലും, എന്നിട്ടത് ഒരു പാറക്കല്ലിന്റെ ഉള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയെങ്കിലും ആയിരിക്കുകയും ചെയ്താലും അള്ളാഹു അത് രംഗത്തു കൊണ്ടുവരുന്നതാണ്. നിശ്ചയമായും അള്ളാഹു നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. സൂറത്ത് ലുഖ്മാനിലെ 16-ാമത്തെ ആയത്താണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓതി തന്നിട്ടുള്ളത്. ഈ ഒരു ആയത്ത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മറ്റാരും കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ബോധ്യം വേണം. ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു തിന്മയിലേക്കും പോകാൻ കഴിയില്ല. അങ്ങനെ യാതൊരു തിന്മകളിലും അകപ്പെട്ടു പോകാതെ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കരസ്ഥമാക്കി ഇഹത്തിലും പരത്തിലും ഉന്നത വിജയം നേടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.